16 പേരുണ്ട് പീടി. അതാ പീഡിനെ അടിച്ചില്ലേ ഓസ് കിട്ടൂല കേട്ടോ. 16 പേരുണ്ട്, ഒരുപാട് പേരുണ്ട് പീടി. നിങ്ങളൊക്കെ എവിടാ ഉമ്മാരുണ്ട് ഇവിടെ? എടാ ഒന്ന് പിങ്ങിടോ ഗൈസ്. എന്താ പറയട്ടെ, വേഗം ചെയ്യാം. അവന്മാര് കൊണ്ടുവരുന്ന ഒന്നും നടക്കൂലേ. ഞാൻ പറയാം ചോദിക്കാം, അടിക്കാൻ മൈനുണ്ടോ? അടിക്കാൻ മൈനുണ്ടോ? അടിക്കണമെന്നല്ലേ പറഞ്ഞത്. പിന്നെ അടിക്കാ, വെയിറ്റ് ചെയ്യും. എല്ലാരും കേറി അടിക്കുക. ഈ പിങ്ങിൽ വാ എല്ലാരും. മറ്റേ ഞാനും പ്രണവ് ഒരുമിച്ചുണ്ട്. ഒന്ന് പിക്കാൻ നമ്മളില് സ്പീഡിനെ അടിക്കുക. അതാണ് മനസ്സിലായ പറഞ്ഞ ലാസ്റ്റത്തെ കോൾ അതാണ്. വന്നിട്ട് ഞാൻ പറയാം പോയി വിളിച്ചിട്ട് വാ. അടിക്കാം കേട്ടോ പെട്ടെന്ന്. ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളെ പീടി അടിച്ചിട്ടില്ലേ? ഞാൻ പറയട്ടെ, കാറ്റാടി പീഡിനെ അടിച്ചു നോക്കൂ. 2 വീത പീഡി ഡൗൺ ഉണ്ട് ഇവിടെ കാണുന്ന കേട്ടാ. അവരെ ബോഡി റിട്രീവ് ചെയ്യുന്നുണ്ട് പീഡി. രണ്ട് ഫുള്ളായി ഇവിടെ നടുവില് കണ്ട കാറിന്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ. അതാണ് ഹെൽത്ത് ഷീൽഡ്. 2 വണ്ടി മേളിൽ കവർ ഇടുക. കേറി വന്നിട്ട് എല്ലാം ഓൺ ഫുട്ട് ഇറങ്ങും. അറ്റത്ത് പോയി നിന്ന് അടി മേടിച്ചാവില്ല. അവന്മാര് താഴെ നിന്നൊക്കെ അടിക്കും. അറ്റത്ത് ഇറങ്ങി നിൽക്കുന്നവന്മാരെ കേറി പുഷ് ചെയ്യുക. മനസ്സിലായോ? താഴോട്ട് വലുതായിട്ട് ഇറങ്ങാൻ നിൽക്കണ്ട. പുഷ് ചെയ്ത് അടിക്കുക. അവന്മാര് ഫുള്ള് ചുറ്റും. അതുകൊണ്ട് റോട്ടിൽ ഇറങ്ങി ഓടി കളിക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കുത്തിയും കടിക്കും ഇതിന്റെ മേളില്. ഷീൽഡ് ഫുള്ളാമത്തെ ടയറൊക്കെ അടിച്ചടിച്ച് പൊട്ടിക്കണം. റെഡിയാണോ? പെട്ടെന്ന് വന്നാ ഇവിടെ പിക്ക് കിട്ടും കേട്ടോ. ഇവിടെ താഴെ ഇറങ്ങിപ്പോണ്ട്. ലേറ്റ് ആക്കല്ലേ. പറയണേ. പറയുന്നേ ഇവിടെ കേറി ഉള്ളവര് കേറി വന്നോളും. കേറി കുത്തിയടി മേളിൽ കേറി കുത്തി ഫുള്ളിറങ്ങ്. പെട്ടെന്നടി എല്ലാം അടിച്ചൂട്. അടി അടിച്ചൂട്. പുഷ് ചെയ്ത് അടിച്ചൂട്. എനിക്ക് ഭയങ്കര ഷിറ്റ് പറ. എല്ലാം ഞെക്കി ഒരു അരമണിക്കൂർ വേണം വരാൻ. മായിൽ ഞാൻ മറ്റേ റിഫ്രഷ് നെക്കിക്കൊണ്ടിരിക്കാൻ മൂലം ഇരുന്നിട്ട് റിഫ്രഷ് ആവുന്നില്ല മയില്. വാട്സാപ്പ് നോക്കിയില്ല. വാട്സാപ്പ് ഞാൻ കണ്ടില്ല, ഞാൻ അറിഞ്ഞില്ല. ഞാൻ റിഫ്രഷ് ചെയ്യണം ഇതിലാ. മറ്റേ ഫ്രണ്ട് നാട്ടിട്ട് റിഫ്രഷ് നെക്കിക്കൊണ്ടിരിക്കുക. MS ഫാമിലിയോ പക്ഷെ നടക്കുന്നില്ല. ഭയങ്കര ടൈപ്പ് പ്ലക്കി. പീഡിനടുത്ത് പ്ലക്കിന്ന് തോന്നുന്നു. പോയിട്ട് പെട്ടെന്ന് വരും. ഇവ നേരത്തെ ചത്തിട്ട് അഡ്മിൻസ്പെക്ട് ചെയ്യാവല്ലേ? ഇല്ല വാണം തന്നെ. ഇവരാരോ അതോ അല്ല വേണം തന്നെ. ഇതെവിടെ? യൂട്യൂബിലാ ലൈവ്? ഇവിടെ ഇങ്ങോട്ടാ പീടി. എന്തോ അല്ലേ അവളെ പേര്? പീഡി ഹോൾ ഡൗൺ ആണെന്ന് എന്റെ തോന്നുന്നു. പീഡി ഹോൾ ഡൗൺ അല്ലേ? ഓ ഗയ്സ് പ്ലക്കി പീഡിനെ എടുത്ത് കളിച്ചു കേട്ടാ മതി.
ആ ഇനി KTD-ലെ കുറെ എണ്ണത്തിനടുത്ത് ബ്ലാക്കി പീഡിനെ ഫുൾ ഓൺ തള്ളേ. നിങ്ങള് പഴയ RG7 അല്ലേ തരി, എല്ലാരും അടിക്കും എല്ലാരും. മനസ്സിലായോ? ഇങ്ങനെ കിടക്കൂ. രണ്ട് പേര് എല്ലായിടത്തും പെറുക്കിട്ട് അടിച്ച് പീഡിക്കും കൊടുത്ത് കാറ്റടിക്കും കൊടുത്ത്. നിന്റെ ലീഡറിനൊക്കെ നട്ടലൊന്നും ഇല്ലടേ, നട്ടലും ഇല്ല കഴിവില്ല. അത് മനസ്സിലാക്കണ കണ്ടികളെ. ഇങ്ങോട്ട് കൊണക്കാൻ വരുമ്പോ ആലോചിക്കണോ, ഒരു കഴിവില്ലാണ്ട് ഇങ്ങോട്ട് കൊണക്കാൻ വരുന്നത് മനസ്സിലായോ? ഇങ്ങനെ കിടക്കും ഇനി, പിന്നെ ഇങ്ങനെ കിടക്കും ഇനി ഇങ്ങോട്ട് വന്നാൽ മനസ്സിലായോ? ആവശ്യമില്ല കിട്ടൂ മനസ്സിലായോ? ഇങ്ങോട്ട് പോകുമ്പോ മനസ്സിലായോ? വാർച്ച കിട്ടിയില്ലേ ഷേക്ക്? എന്റെ മോനെ ഇല്ല എടുത്തോ, ആരാച്ച എടുത്തോ, ഗ്യാങ്ങിലെ എല്ലാം കണ്ടിയോ എടുത്തോ. ഇന്ന് എടുക്കണമെന്നില്ല. പേഴ്സൺ എസെൻസി ആണോ ബ്രോ? അല്ല 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 ടോട്ടിയാണ്. ബാർചാർട്ടില് ടെക്സ്ചർ ഓന്റെ പേര് ഇവനെല്ലാം നമ്മൾ എങ്ങനെ കണ്ടെത്താൻ കണ്ടിയിലട നട്ടല് കൈ വെച്ചവരാധിക്കണേ. ടെക്സ്ചർ അല്ലെ ഏറ്റവും വലിയ കണ്ടി കൈവക്ക് ടെക്സ്ചർ പിങ്ങടാ. ഇവർക്കൊക്കെ പിങ് നോക്കി 86 നട്ടലുണ്ടെങ്കിൽ നീ കൈ കൊന്തിക്ക്. എന്റെ പിങ് നോക്കി എനിക്കൊക്കെ 600. വെറുതെ നട്ടല്ല, ഗാങ്ങിന് ഒരു കഴിവൂല. വല്ല ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുമ്പോ വരെ അടി ഇവനെടുത്ത് കിടക്കുന്ന നോക്ക് വാണക്കുറ്റികള് ഇങ്ങോട്ട് പോകുമ്പോ ബാക്കി കത്തിക്കാം. ഇങ്ങനെ അല്ലായിരുന്നല്ലടാ അവന്മാരെ കോണ. ഇത് മാത്രം എടാ ഞാൻ പറ്റടാ കളിക്കുമ്പോ അറ്റ്ലീസ്റ്റ് സെയിം ലോബി അതൊക്കെ നീ ആരാന്ന് വെച്ചിട്ടാ കൊണക്കാൻ വരുന്നേ. അടക്കം അതൊരു ചോദ്യം. അത് അനോട്ട് പോകുമ്പോ വരുന്നത് മനസ്സിലായോ? 500 MS-ലും ഒരു പിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. കണ്ടികള് ഇല്ല വേറെ സിറ്റുവേഷൻ. എടാ ഇവര് പീഡിയിലുള്ളോണ്ടേ ഇവര് പേരൊക്കെ മീൻസ് മാറ്റിട്ട് കിടക്കണം. നല്ലിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല, മിന്നലിന്റെ പേരെന്താന്ന് എനിക്കറിയൂല. എനിക്ക് പിങ് ഇല്ല. ഞാൻ പിന്നെ എനിക്ക് കുറച്ചുകൂടെ നന്നായി കളിക്കാൻ പറ്റുന്നു. ആ റിഫ്രഷ് ഒക്കെ ഞാൻ അവിടെ കണ്ടോ കുറെ നേരം കുഴിഞ്ഞിരുന്ന് റിഫ്രഷ് ആവാൻ കാത്തിരിക്കുവായിരുന്നു. ആ പിങ്ങും പിന്നുന്നില്ലെങ്കിൽ സുഖത്തിൽ റിഫ്രഷ് അടിച്ച് ഞാൻ വേറെ പൊസിഷൻ എടുത്തേനെ. മുകളിൽ കയറി അവരെ കൂടെ കളിച്ചേനെ. പിങ് ഇല്ലെങ്കിൽ കളിക്കാൻ പറ്റില്ല. കോൺഫിഡൻസ് കിട്ടില്ല നമുക്ക്. മറ്റേ ചാവും എന്നുള്ള പേടി തന്നെ കളി. ഞാൻ ആ പേടിയിലെ കളിച്ചേ. പിങ് ഇല്ല കളിക്കാൻ പറ്റില്ലല്ലോ, ആ മൈൻഡായി പോയി. അതോ വാർന്നെങ്കിലും ഒന്ന് പിങ് പറയണേ പ്ലീസ്. ആരൊക്കെ ഒരു FPS വരുമ്പോ FPS കൂടെ തന്നെ പിങ്ങും തരുമല്ലോ. ആഹാ അടുത്ത 2 വണ്ടി വീഡിയോ ഒന്ന് കേട്ടാ വണ്ടിയോടെ അങ്ങ് തീർന്നേ. പിടിക്കിന് റീ എൻട്രി ഇല്ലേ? നിഗോട് നിന്റെ കളിച്ചവനെ ഇവര് ഉണ്ടായിരുന്ന ഒരു പാനിക് കൊടുത്തിട്ടുണ്ടാവും. പാനിക് കൊടുത്താ പിടിക്ക് വരാം. ഇത് മെസ്സി ആരാന്നറിയോ? പസിമോ. ഐ തിങ്ക് ഇറ്റ്സ് പസിമോ. സോറി സോറി സോറി. എന്താ പറയണേ? എനക്കറിഞ്ഞൂടാ. F8 ക്വിറ്റ് അടിച്ചു കഴിഞ്ഞാ ഗ്യാങ് സസ്പെൻഷൻ. F8 ക്വിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മീൻസ് ഞാൻ ഗ്യാങ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ പരിപാടി കഴിഞ്ഞില്ലേ? പുറത്തുനിന്ന് നടക്കുന്നത് കാരി എക്സിപ്റ്റ് ആച്ചോ കാരി നൈസ് ട്രൈ ബ്രോ. ഇതോ ഇക്കച്ചിയൊക്കെ നിൽക്കണോ? ഇക്കച്ചിക്ക് ഏറിപ്പോയി. ഡിസ്പ്ലേ ക്യാപ്ചർ മാറ്റി. തൂക്കടാ, ആരേലും എന്നെ തൂക്കടാ. 2 സ്ക്രീൻ മാറ്റിയ ഡിസ്പ്ലേ ക്യാപ്ചർ ഉണ്ടായിരുന്നു. എന്റെ കൊട്ടായി പിങ്ങൊന്ന് മാറിയിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യാനും. ഹലോ 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 കേക്കാവോ? കേൾക്കുന്നുണ്ടല്ലോ. പിന്നെന്താ കാൻഡേൽ ബ്രോ ഹായ്, വെൽക്കം ടു ദ സ്ട്രീം. താങ്ക് യു ഫോർ ദി 10 ഗിഗ് പോയിന്റ്സ് കാൻഡേൽ ബ്രോ, താങ്ക് യു സോ മച്ച്. കൈ പൊക്കി കാണിക്കി, കൈ പോകണം. ഹലോ കൈ പൊക്കി കൈയും കാലും പൊക്കി. ദിഗോടാ മാസ്ക് ഒക്കെ ഉണ്ടല്ലോ. തളപതി തൂക്കടാ എന്നെ. തളപതി തൂക്കിച്ച്
ഡിസ്പ്ലേ ക്യാപ്ചർ 5 കയറാം. തളപതി തൂക്കിട്ടെ, തളപതി തലേ അമ്പോ പീടി മറ്റേ സാധനം. എടാ ഒറ്റ ഒന്നുകൂടെ പോട്ടെ മേല്, ഒന്ന് അഡ്മിൻ വ്യൂ വേണ്ട എനിക്ക്. ഇറ്റാലിയ അല്ലേ പീടി ഹെലികോപ്റ്റർ ഒക്കെ എടുത്ത് മറ്റേ മലനോട് ഓ അങ്ങനെ ഏണി കയറിയുള്ള പരിപാടി. എടോ അയ്യോ, ഫിലിപ്പിനോ ഇഞ്ചാക്കി അവനെ പ്ലക്കി. ഫിലിപ്പിനോ ഇഞ്ചാക്കി ആരായിരുന്നു? അവനെ പിടിച്ച് ശ്രമിച്ച് കളിച്ചു കേട്ടോ. പറ്റൂല പിടിക്കായാലും അങ്ങനെയാണെങ്കിൽ. എടാ ഇവന്മാരെ പോയി ചത്ത്. ഇവിടെ കൊറേ പിടിയുണ്ട് തോന്നുന്നു കേട്ടോ. ഇവിടെ മൾട്ടിപ്പിൾ പിടിയുണ്ട്. ഇടൂ വലിയാൻ പറ്റിയ വലിഞ്ഞോ. കിടു എടുത്തന്നെ കളിച്ചല്ലോ. കിടുവൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാകൂടെ കൊടുക്കണം. വിദ്യയിലും കിടുവും പോയി കുത്തി ബാക്കി കുത്തി. പക്ഷെ കുത്തലിനും ഒരു കുത്തു വന്നു. ഭയങ്കര ഫക്കായി പോയി. ഞാൻ പുറത്തു വരാം. എടാ ഞാൻ ആ പീടി ഒരാള് റീ എൻട്രി ആണ്. സോ പിടി മോളി കുത്തിരാ അറിയുന്നില്ല. കൈ കേറി പ്ലക്ക് മുത്തേ. കളിക്ക് സെന്റെക്സ് കാണുന്ന. സെന്റെക്സ് ഡൗൺ ആയില്ല. തലപതി കവർ ചെയ്തു. അമർനാഥിനാരെ പിക്ക് ചെയ്ത്. തളപതിയും ശ്രിംസിയും ഡുവൽ. ഒയ്യോ ശ്രിംസിനെ പ്ലക്കി. തളപതി ശ്രിംസിനെ കളിച്ച് എന്നിട്ട് മോള് നടിച്ചടാ. അവൻ ഡൗൺ ആവാറായതായിരുന്നു. ഓക്കെ ടൊട്ടീനെയും പ്ലക്കി. ടൊട്ടീനെയും കളിച്ച്. ഇനി പീറ്റർ പാർക്കർ സാർ മാത്രുള്ളൂ എന്നാണ് എന്റെ ഒരു സംശയത്തിൽ. റീ എൻട്രി ഉണ്ട്. പീടി ഒരാള് റീ എൻട്രി ഉണ്ട്. എനിക്ക് എന്തായാലും ഉറപ്പാ. ഞാൻ ആ സിറ്റുവേഷൻ നോക്കിക്കൊണ്ടിരുന്ന. അമർനാഥ് ഉണ്ട് എക്സ്പിഡി. അമർനാഥിനെ സെന്റെക്സ് എടുത്ത്, സെന്റെക്സിനെ ശ്രിംസി എടുത്ത്, ശ്രിംസിനെ തളപതി ട്രേഡ് എടുത്ത്, എന്നിട്ട് ഇവനെ തളപതിനെ ടൊട്ടി മുകളിൽ നടിച്ച്. ഇച്ഛാതി കളി. ലൈവ് നീ എന്റെ ബാക്കിലോട്ട് നോക്കിയാ മതി, കിട്ടും. സെന്റെക്സ് വീണില്ലേ? സെന്റെക്സ് ചത്തില്ലേ? സെന്റെക്സ് വീണാണല്ലോ ഇല്ലേ? നോക്കണേ. കളിച്ച് നല്ല കളി കളിച്ചു കേട്ടോ. പ്ലക്കി. ഞാൻ സെന്റെക്സ് വീണപ്പോ സെന്റെക്സ് ഹീൽ അടിച്ചല്ലേ. ഓക്കെ മനസ്സിലായി. നമ്മൾ എത്ര അല്ലേ? സെന്റെക്സ് ബാക്കി, പിന്നെ ഇസ്മായില് വീണ്, ചക്കായി ഡക്കായി. ഓ രണ്ടെണ്ണം ഉണ്ടല്ലോ. പറയൂ. പീഡിയൊക്കെ ഓൾറെഡി ഇതിലാണ്. അനൗൺസ്മെന്റ് ഇടാം. ഇപ്പൊ ആർസിച്ചൻ ആർക്കല്ല പേരെന്താ ഗോഡൻ. നമ്മുടെ സെന്റെക്സ് ലൈവ് ആണ്. എന്റെ പിള്ളേ പിന്നാരാ ഇസ്മായിലിന്റെ സക്കായി ടക്കായി സെന്റെക്സ് ബോസ് ബ്രോ ഹായ് വെൽക്കം ടു ദി സ്ട്രീം ബോസ് ബ്രോ. തോന്നുന്നു കറന്റ്. ഹായ് ബോസ് ബ്രോ.
ഫുള്ളി ഇടിമഴ അല്ലേ? ഹെൽപ്പ് എന്താടാ? നമ്മുടെ സിറ്റുവേഷൻ കണ്ടിട്ടാണ് പറഞ്ഞത്. ഇല്ലല്ലോ. എടാ മോനെ ഇടിമഴ. നമ്മള് ഫുള്ള് ഇടിച്ചില്ലേ? ഇടിച്ച് ഇടിയിൽ അവന്മാര് ഫുള്ള് മുള്ളി. അതായിരിക്കും ഇടി മഴ എന്നാണ്. ഏത് അത് എടാ EMS വന്ന് പൊക്കുമ്പോ എടാ ലീഫ് അടിച്ചിട്ട് പൊങ്ങിയ എക്സെപ്റ്റ് നൈസ് ട്രൈ ബ്രോ. ഡിസ്പ്ലേ ക്യാപ്ചർ 5M ബാ ചെല്ലോ തൂക്കടാ. തമ്പി തൂക്ക് ഇപ്പൊ വന്ന് തൂക്ക് മാക്കു നല്ല കൊറേ പിക്കെടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലാവണടാ. അതാണ് എന്റെ സൂയിസൈഡാ. എവിടെ പോയി കയറി കൊടുത്ത്? ഓടുന്ന വണ്ടി നിന്ന് ചാടി ഇറങ്ങിയ ആരാ? KTD CG അവൻ വരുന്നുണ്ട് അടിക്കാൻ വേണ്ടി. നോട്ടെ നിനക്കെങ്ങനെയാടാ അറിയാ? അയ്യോ ബാക്ക്ഗ്രൗണ്ടിൽ സോറി ഹായ് ചെല്ലോ. ഡേ നീ എവിടെ പോയി ചത്തെന്ന് പറഞ്ഞേ? മാതിരി പിയല്ലോ. ഓ എടാ കുട്ടാ. ഹായ് കേട്ടൂടാ? ഹലോ ഹായ്. You are best player. Any bingo. Noku, thank you for the host, Mutte. Thank you so much. Thank you, Noku. Thank you, love you. Thank you so much. Thank you, Noku. നല്ല കണ്ടുപിടിച്ച ഷർട്ട്. ഹലോ എടാ എന്റെ പിങ്ങടാ. അർജുന സീറ്റ് അല്ല പിന്നെ കളിച്ച് കൊറേ ഉണ്ടല്ലോ. 1 2 3 4 ഇവിടെ തന്നെ 4 പീടി ചെയ്യുന്നേ. ഞാൻ വിചാരിച്ചു വേറെ എന്തോ ചെയ്യുവാണെന്ന്. പുല്ല് തെറ്റിദ്ധരിച്ച്. തളപതി കളിച്ച്. തളപതി നല്ല കളി കളിച്ച്. തളപതി എല്ലാരും എടുത്ത് കളിച്ച്. തളപതി കളിച്ചെന്ന്. തളപതി 2-3 വിൽക്കുന്നുണ്ട്. ഒന്ന് നല്ല ട്രേഡ് ഉണ്ട്. കൊറേ ട്രേഡ് എടുത്ത്. വെയിറ്റ് a minute. ആഹാ 6 പാർക്കൊക്കെ ചെയ്യും എന്റെ സിറ്റിയിൽ. ഇത് കൊള്ളാലോ. എടാ മുത്തേ എനിക്ക് പ്രാന്താണ്. തൽസില്ലാത്ത ആരെങ്കിലും ഒരാള് നമ്മളെ ആൾക്കാരൊന്ന് പൊക്കാൻ പറ EMSന്റെ അടുത്ത്. കഴിഞ്ഞിട്ട് ഗ്യാങ് ഹൗസിൽ വാ. മനസ്സിലായോ എല്ലാരും? പീഡിയ പൊക്കാന്ന് പറയുന്നത്. ഏഷ്യാനെറ്റിന്റെ മാത്രം ഇതാണ് പവർ. നമ്മൾ ആരിലും ഏഷ്യാനെറ്റ് പണിയെടുക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഏഷ്യാനെറ്റിങ്ങളെ കുടുംബക്കാരുടെ പണിയെടുക്കണോ? ഒന്ന് വിളിച്ചു പറയോ? സ്ട്രീമർ ആർജിന് കളിക്കുന്ന ഒരു പയ്യന് പിങ് ആണെന്ന് ശരിയാക്കി തരും. വേറെ വഴിയില്ല. പെട്ടെന്ന് ഒരു പരിഹാരം വേണം. ആരെയിലുണ്ടോ? ഏഷ്യാനെറ്റിലെ ഉദ്യോഗസ്ഥരാരും ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പിങ് ശരിയാക്കി തരുമോ? കോഴിക്കോടാണ് പോരാ. ഒന്ന് പറയുന്ന കേക്കോ? അവിടെ കുണ്ണെ മൈരാന്ന് വിളിക്കുന്ന ആടത്തും പോയ ഇവിടെ ബാൻ തന്നെയാട്ടാ. അടിച്ചു തരൂ. അയ്യടി കുഴപ്പമില്ലാന്ന് പറഞ്ഞേ. 3 പേരെ കത്തിക്കണ്ടേ? എന്റെ റേഡിയോക്ക് റേഡിയോ ആവുന്നില്ല. ബാഗ് ഉണ്ടാരും കത്തിക്കോ മാറ. എന്നിട്ട് ബാക്കിയുള്ളവരെ പൊക്ക. ഹലോ ബാഗുള്ളാരും കൊണ്ടാ കത്തിക്കണ്ടേ? എടാ നോക്കിയാ
ഇവിടെ ഉണ്ടല്ലോ. ബാഗ് വേണോ നോക്കിയൊക്കെ പൊങ്ങി കയറണം. പെട്ടെന്ന് വാ, ഇവിടെ മോനുണ്ട്. നോക്കിയാ പൊക്കി. ഓ ഇവന്മാർ വെറുതെ പൊക്കണ, അതാ ഞാൻ ചോദിക്കുന്നത്. 3 തോക്കാങ്ങ് പോട്ടെ ഇവന്മാരെ. അല്ല പൊക്കണ്ട കത്തിട്ട് ആ കത്തിക്ക സാധനമുള്ള ആരെങ്കിലും വരുമോ? നമ്മള് നന്മക്കുണ്ടാവൊന്നും വേണ്ട. ബ്ലാക്ക് എടുത്ത് ബാഗ് വിളിക്കില്ല കേട്ടാ. നോക്കൂനെ പൊക്കിയില്ല ഇതുവരെ. കത്തിക്കാൻ പിള്ളേര് പോവും. ഞാൻ ഈ പിങ് വെച്ച് ഇപ്പൊ കത്തിക്കാൻ പോയി ഞാൻ നിന്ന് കത്തും. എന്റെ അവസ്ഥകൾ മനസ്സിലാക്കും സുഹൃത്തുക്കളെ.